ഹായ്, നിങ്ങൾ മൈസൂരിലെ ബെസ്റ്റ് മൈസൂർ പാക്ക് കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് വാങ്ങിയാലോ? പണ്ട്, അതായത് 1895 അന്നത്തെ മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വടയർ നാലാമന്റെ കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനായിരുന്ന കാദാസുര മാടപ്പയായിരുന്നു ഈ ഒരു മധുരപലഹാരം ആദ്യമായി രാജാവിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഒരു പലഹാരം രാജാവിന് ഇഷ്ടപ്പെടുകയും അതിന് മൈസൂർ പാക്ക് എന്ന പേര് നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഒരു രാജകീയ പലഹാരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം ഒരു കട തുടങ്ങാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ദേവരാജ മാർക്കറ്റിൽ ഈ ഒരു ഗുരു സ്വീറ്റ്സ് എന്ന പേരിൽ ഒരു കട ആരംഭിക്കുന്നത്. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അതോടെ തന്നെ ഇവരിപ്പോഴും മൈസൂർ പാക്ക് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് സെൽ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മൈസൂർ പാക്കും വാങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പാക്കേജിങ്ങിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു മൈസൂർ പാക്കിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അത് നമ്മൾ യൂഷ്വലി ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കട്ട കട്ട പോലെയൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരുടെ ഗീ പാക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനും സെയിം പാക്കിംഗ് ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഗീ പാക്കും വരുന്നത്. നമുക്ക് ഇതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയും ഈ രണ്ട് ഐറ്റംസേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അവിടെ വേറെ ഒരുപാട് വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മൈസൂരിൽ ഷോപ്പ് നമ്പർ 1 ദേവരാജ മാർക്കറ്റ് ബിൽഡിംഗ്. സോ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി ട്രൈ ചെയ്യാം. യാ, ദാറ്റ്സ് ഇറ്റ്.